ഈ പാർപ്പടിയുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് മടക്ക ദിവസമായി കാരണം ഞാൻ ഇത്തിരി നേരം വൈകിട്ടായിട്ട് എഴുന്നേറ്റ് പക്ഷേ ഞാൻ കട്ടങ്കാപ്പി കുടിക്കാനായിട്ട് കട്ടങ്കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പച്ചമുളകും പിന്നെ പഴരിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴമെടുത്ത് കഴിച്ചു. പിന്നെ പച്ചമുളക് ഞാൻ മമ്മിയുടെ അടുത്ത് പറയായിരുന്നു കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയിലിട്ടായിരുന്നു എന്ന്. അപ്പോൾ അത് വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞു അത് ഇനിയിലിട്ടാൽ മതി കഴുകിയിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് മമ്മി. അപ്പോൾ മമ്മി പറഞ്ഞു പഴുത്ത മുളകൊന്നും ഇടായിരിക്കും അതെനിക്ക് വിത്ത് പാവാൻ വേണ്ടിയിട്ടാണ് മമ്മി പറഞ്ഞു. ഭയങ്കര എരിവുള്ള മുളക. അപ്പോൾ കടലാസ് മുളകിൻ്റെ വലിപ്പമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇതായിട്ടാണ് നല്ല വലിപ്പം കടലാസ് മുളകൊക്കെ. അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറയായിരുന്നു എന്തെങ്കിലും വളരെ ഉണ്ടാവുക ഒരു മുളക് നല്ല വലിപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞൂസ് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരണത്. പക്ഷേ ഇഡ്ഡലി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞൂസ് ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് കാപ്പി കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണീട്ടാട്ട ബിസ്ക്കറ്റ് എടുക്കുക കുഞ്ഞൂസ്. അപ്പോൾ ഞാൻ ഒരു ആഴ്ചത്തേക്കുള്ള മാവ് അരച്ച് വയ്ക്കും. അപ്പോൾ ഉപ്പിടാണ്ട് അരച്ച് വയ്ക്കുക എടുക്കണത് ആവശ്യത്തിന് എടുക്കുമ്പോൾ അതിൽ ഉപ്പിടാ ചെയ്യാട്ടോ. അല്ലെങ്കിൽ മാവ് പുളിക്കണ പോലെ എനിക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ചൊന്ന് ഒരു നെയ്യ് തൂവിയിട്ടാണ് ഇഡ്ഡലിക്ക് വയ്ക്കുക. അപ്പോൾ ആ ഇഡ്ഡലി വേണമെങ്കിൽ വെറുതെ കഴിക്കാം. പിന്നെ പഞ്ചസാര കൂട്ടി വയ്ക്കാനൊക്കെ ടേസ്റ്റ് ആട്ടാ. അങ്ങനെ ഞാൻ ഒരു സാമ്പാർ ഇരിക്കുന്നുണ്ട് എന്നാൽ കൂടി ചട്നി അരയ്ക്കാം നല്ല എരിവിട്ടെടുത്തെന്ന് വെച്ചിട്ട് ചട്നി അരയ്ക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരച്ചു. കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിളപ്പിക്കും. അല്ലാതെ അതൊരു പ്രത്യേക ടേസ്റ്റ്. വെളുത്തുള്ളിയും ഇഞ്ചി ഇടുമ്പോഴും ടേസ്റ്റ് ആണ് കേട്ടോ ചട്നി അരക്കണേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ചട്നി അരച്ചതിന് ശേഷം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ചട്നിയിൽ. അങ്ങനെ പിന്നെ ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഇഡ്ഡലി തട്ട് തുറന്ന് നോക്കിയപ്പോൾ അത് ആയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി. അപ്പോൾ ഞാനത് എടുത്തിട്ട് എനിക്കിങ്ങനെ നെയ്യ് ഇങ്ങനെ കുറച്ച് തൂവുള്ളൂ ആ നനവുള്ള കാരണം ചെറുതായിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് സ്പ്രെഡ് ആവും നെയ്യ്. അങ്ങനെ ഞാൻ ഇഡ്ഡലി കഴിച്ചു. എനിക്ക് അങ്ങനത്തെ ഇഡ്ഡലി കഴിക്കാൻ വെറുതെ കഴിക്കാനും ഇഷ്ടമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇഡ്ഡലി. ചില ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കല്ല് പോലെയാവും, ചില ദിവസം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അത് എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞു പാടുന്നതാണ്. പാട്ട് കഴിയുന്നതോടുകൂടി ഭയങ്കര മഴയപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ പാട്ട് കേട്ടിട്ടാണ് തകർത്ത് മഴ പെയ്യുണ്ടായിരുന്നു. 10 വിശേഷം. ഓക്കെ ബൈ.